പ്രിയരെ നമസ്കാരം. ഇന്ന് പെരുവമൂഴിയിലെ ചുണ്ടലിപ്പാടത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം. ഒരു കാലത്ത് 3 പൂവിധ വരെ ഉണ്ടായിരുന്ന പാടശേഖരമാണ് ചുണ്ടലിപ്പാടം. അന്ന് വെള്ളത്തിന് ക്ഷാമമൊന്നും ഉണ്ടായിരുന്നില്ല. വിതയ്ക്കാനും കൊയ്യാനും നാട്ടുകാരും ഉണ്ടായിരുന്നു. പിന്നീട് ചുണ്ടലിപ്പാടം ഇഷ്ടികക്കളമായി മാറി. ഇഷ്ടികക്കളത്തിന് മണ്ണെടുത്ത് പാടം വല്ലാത്ത കുഴികളായി തീർന്നു. മൂവാറ്റുപുഴയാറ്റിൽ മഴ പെയ്ത് വെള്ളനക്കം കണ്ടാൽ പാടത്തും വെള്ളം കയറുന്ന സ്ഥിതിയായി. അതുകൊണ്ട് നെൽകൃഷിയൊക്കെ നിലച്ച അവസ്ഥയാണുള്ളത്. ഇപ്പോൾ കപ്പയാണ് കൃഷി. അങ്ങനെ ചുണ്ടലിപ്പാടം കപ്പക്കണ്ടമായി മാറി. വർഷക്കാലത്ത് മൂവാറ്റുപുഴയാറ്റിൽ ജലനിരപ്പ് ഉയരുമ്പോൾ തോടുവഴി വെള്ളം പാടത്തേക്ക് എത്തും. അങ്ങനെ വൻതോടും ചെറുതോടും കൈത്തോടും നീർച്ചാലും കൈച്ചാലും കടന്ന് നമ്മുടെ പറമ്പും തൊടികളും നിറഞ്ഞ് മൂവാറ്റുപുഴയാറ് നമ്മുടെ വീട്ടിലേക്കെത്തും. ചുണ്ടലിപ്പാടം നിറഞ്ഞാൽ പിന്നീട് അവിടെ മീൻ കൊയ്ത്താണ്. ഊത്തമീൻ പിടുത്തം ഇവിടെ ആഘോഷമാണ്. 2 കൊല്ലമായി അതും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. കടലിലെ ട്രോളിംഗ് നിരോധനം പോലെ ഇവിടെ ഊത്തപിടുത്തവും നിരോധിച്ചിരിക്കുകയാണ്. ഊത്ത സീസണിൽ ലക്ഷത്തിലേറെ വിലയ്ക്ക് മീൻ പിടിച്ച് വിൽക്കുന്നവർ ഇവിടെ ഉണ്ട്. ഭക്ഷണവും വെള്ളവും പിന്നെ ഉറക്കവുമില്ലാതെ 2 ചെറുതൊക്കെ അടിച്ച് അങ്ങിറങ്ങും. വാള, മഞ്ഞക്കൂരി, പുല്ലൻ, കുറുവ, ചെമ്പല്ലി, കരിമീൻ എന്ന് വേണ്ട പല ഇനങ്ങളും ആറ്റുവെള്ളത്തോടൊപ്പം പാടം നിറയും. അതുക്കും മേലെ വലയും വള്ളവും പിന്നെ മനസ്സും നിറച്ച് മീനുകളുമായി പുറംകടലിൽ പോയി വരുന്ന ഭാവത്തോടെ കടവ് ഫിഷറീസുകാർ പെരുവമൂഴിയുടെ ഈ ഉത്സവത്തിന് തടയിട്ടു. പലരുടെയും വലയും വള്ളവും അവർ കൊണ്ടുപോയി. ഒന്നുമില്ല, വെറുതെ ഈ ചുണ്ടലിപ്പാടം കാണുമ്പോഴും ഊത്തക്കാലമാണ് ഓർമ്മയിലെത്തുന്നത്.